മരണാനന്തര ജീവിതത്തെക്കുറിച്ചെല്ലാം 3 പേരും ഇന്റർനെറ്റിൽ പരതിയിരുന്നതിന്റെ വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇത് ശരിവെക്കുന്നതാണ് ദേവിയുടെ ബന്ധു സൂര്യാകൃഷ്ണമൂർത്തിയുടെ പ്രതികരണം. ജർമ്മൻ ഭാഷ പഠിച്ച ദേവിയും ഫ്രഞ്ച് ഭാഷ പഠിപ്പിക്കുന്ന ആര്യയും ഒരേ സ്കൂളിൽ അധ്യാപകരായിരുന്നു. ദേവി സ്കൂൾ വിട്ട ശേഷവും സൗഹൃദം തുടർന്നു. ആ സൗഹൃദം കൊണ്ടെത്തിച്ചത് മരണത്തിലേക്കും. മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നിട്ടുള്ളത് അല്ലേ? എന്താണ് ആ വാർത്ത? നമ്മുടെ കൊച്ചു കേരളത്തിലെ 3 പേർ സാത്താൻ സേവയുടെ ഭാഗമായി സ്വന്തം ശരീരത്തിൽ വരച്ച് ചോര വാർന്ന് മരിച്ചു എന്നുള്ള വിവരം വല്ലാത്തൊരു തരം ന്യൂസ് അല്ല. ഇപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ആഭിചാരക്രിയ, നരബലി, ഇപ്പത്തെ സാത്താൻ സേവ, വന്ന് ഇത്തരം ന്യൂസുകളൊക്കെ ഇപ്പോൾ ഇവിടെ സ്ഥിരം സംഭവമായിട്ട് മാറി എന്നുള്ളതാണ് അല്ലേ? ലോകം മുന്നോട്ട് പോകുന്നതോറും കേരളം പോകുന്നത് പിന്നോട്ടേക്കാണ്. നമുക്ക് എന്തായാലും സംഭവത്തിന്റെ വിശദ വിവരങ്ങളിലേക്ക് വരുന്ന സമയത്ത് എല്ലാറ്റിന്റെയും തുടക്കം എന്ന് പറയുന്നത് ആര്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ കഴിഞ്ഞ മാസം 29-ന് സ്വന്തം വീട്ടിൽ നിന്ന് കാണാതാക്കുന്നു. അങ്ങനെ ആര്യയുടെ വീട്ടുകാരെന്താക്കുന്നു, വെട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകുന്നു, കുട്ടി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട്. ആര്യയുടെ പ്രായം എന്ന് പറയുന്നത് ആകെ 29 വയസ്സാണ്. അങ്ങനെ പോലീസുകാരെന്താക്കുന്നു, ഊർജിതമായ അന്വേഷണം ആരംഭിക്കുന്നു. നാട് മൊത്തം അരിച്ചു പെറുക്കിയെങ്കിലും പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും പോലീസുകാർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ പോലീസുകാർ ഈ പെൺകുട്ടിയുടെ ഫോൺ നമ്പർ എടുത്തു കഴിഞ്ഞിട്ട് അതിന് കോൾ ഹിസ്റ്ററി പരിശോധിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ കോൾ ഹിസ്റ്ററി പരിശോധിച്ച സമയത്ത് പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പെൺകുട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ കോൾ ചെയ്തിട്ടുള്ളത് ദേവി ബാല എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഫോണിലേക്കാണ്. അത് മറ്റാരുമല്ല, ആര്യയുടെ കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീയാണ്. ഇവർ രണ്ടുപേരും ഒരേ സ്കൂളിലെ അധ്യാപികമാരാണ്. ഒരാൾ ഫ്രഞ്ച് ഭാഷ അധ്യാപികയും മറ്റാൾ ജർമ്മൻ ഭാഷ അധ്യാപികയാണ്. അപ്പൊ അങ്ങനെയുള്ള ബന്ധമാണ് അവർക്കിടയിലുള്ളത്. അങ്ങനെ പോലീസുകാർ എന്താക്കുന്നു, കോട്ടയത്തുള്ള ദേവിയുടെ വീട്ടിലേക്ക് അങ്ങ് പോകുന്നു. അവിടെ പോയി അന്വേഷിച്ചപ്പോൾ പോലീസുകാർക്ക് അറിയാൻ സാധിച്ചത് ദേവിയും ഭർത്താവായിട്ടുള്ള നവീനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിനോദയാത്രയ്ക്ക് എന്നാണ് ഇവിടെ നിന്നും പോയിട്ടുണ്ട് എന്നുള്ളതാണ്. കൊൽക്കത്തക്കോ മറ്റോ പോവാണെന്നുള്ളതാണ് വീട്ടുകാരോട് പറഞ്ഞത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആ നാട്ടിലെ റെസിഡൻസ് ഭാരവാഹി പറയുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം. ദേവിക കോട്ടയം പാമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അയച്ചത്. ആയുർവേദ കോളേജ് പങ്കജാകസ്തൂരി ആയുർവേദ കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ നവീൻ എന്ന് പറഞ്ഞ ഈ പയ്യനും അവിടെയാണ് പഠിച്ചത്. അവർ ഇന്നലെ പ്രണയത്തിലായിരുന്നു. അങ്ങനെ ബാലൻ സാറിന്റെ ഭാര്യയും കൂടെ ചേർന്ന് വിവാഹം കഴിപ്പിച്ച് കൊടുക്കുകയായിരുന്നു. ശ്രീമംഗലം ക്ലബ്ബിൽ വെച്ചായിരുന്നു. 16 വർഷത്തിന് മുൻപായിരുന്നു വിവാഹം. അവർക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചത് കുഞ്ഞുങ്ങളൊന്നും ഇല്ല. അങ്ങനെ 27-ന് കൊൽക്കട്ടയ്ക്ക് പോകുന്നെന്നും പറഞ്ഞ് അറിയിച്ചിട്ട് ബാലൻ സാറിനെ വിളിച്ച് അറിയിച്ചിട്ട് അവർ പോവുകയായിരുന്നു. കൂട്ടത്തിൽ ഒരു ആര്യ എന്ന് പറഞ്ഞ വട്ടിക്കാവ് സ്വദേശിയായ കുട്ടിയും ഉണ്ടായിരുന്നു എന്നറിയാൻ സാധിച്ചു. മനസ്സിലാക്കുന്നിടത്തോളം ഈ ആര്യയും പിന്നെ ദേവികയും കൂടെ ബന്ധമുള്ളതെന്ന് പറയുന്നത് ഒരാൾ ഫ്രഞ്ച് ഭാഷയും ഒരാൾ ജർമ്മൻ ഭാഷയും പഠിച്ചിരുന്നു. അവർ രണ്ടും സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. അങ്ങനെ സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധമാണ്. അങ്ങനെയാണ് ആര്യ എന്ന് പറഞ്ഞ കുട്ടി വീട്ടിൽ പറയാതെ പോയതായിട്ട് അറിയാൻ സാധിച്ചത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം. ഇവിടെ ദേവിയെ കുറിച്ച് നവീനെയും കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടുപേരും ആയുർവേദം പഠിച്ചിറങ്ങിയ ആൾക്കാരാണ്, ആയുർവേദ ഡോക്ടേഴ്സ് ആണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അതിന് സ്കോപ്പ് കുറവായതുകൊണ്ട് തന്നെ അവർ ആ ഫീൽഡിലേക്ക് തിരിഞ്ഞില്ല എന്നുള്ളതാണ്. രണ്ടുപേരും കോളേജിൽ വെച്ചുള്ള പരിചയമാണ്. അങ്ങനെയാണ് വിവാഹത്തിലേക്ക് കലാശിക്കുന്നത്. എന്തൊക്കെയായാലും അവർ പഠിച്ച ജോലിക്ക് പോയില്ല. ഒരാളെ സംബന്ധിച്ചിടത്തോളം ജർമ്മൻ ഭാഷ പഠിച്ച് അതിന്റെ അധ്യാപികയായിട്ട് പോയി. എന്നാൽ മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം അവർ നേരെ ബേക്കറി നടത്താനും പോയി എന്നുള്ളതാണ്. അങ്ങനെ അധ്യാപികയായിട്ട് പോയ ആളാണ് ആര്യയായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത്, ആര്യ ദേവി. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ദേവിന്റെ വീട്ടിലേക്ക് പോയ പോലീസുകാർക്ക് അവിടെ വെച്ചും ഒരു തുമ്പും കിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, ഫോൺ ട്രേസ് ചെയ്ത് പോകാൻ തീരുമാനിക്കുന്നു. ഫോൺ ട്രേസ് ചെയ്തപ്പോൾ പോലീസുകാർ മനസ്സിലാക്കി എന്താണ്, ഇവർ കൊൽക്കത്തയിലൊന്നല്ല അരുണാചൽ പ്രദേശിലാണെന്നുള്ളതാണ്. അങ്ങനെ പോലീസുകാർ എന്താക്കുന്നു, അങ്ങോട്ടേക്ക് തിരിക്കുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസുകാർക്ക് ഒരു വിവരം ലഭിക്കുകയാണ്. എന്താണ്, അരുണാചൽ പ്രദേശിലെ ഇട്ടാനഗറിലുള്ള ഒരു ഹോട്ടലിൽ വെച്ചിട്ട് 3 മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നുള്ളത്. പോലീസുകാർ നേരെ അങ്ങോട്ട് പോയി പരിശോധിച്ചപ്പോൾ എന്താണ്, ഈ 3 ആൾക്കാർ തന്നെ. കൂട്ടത്തിൽ ഒരു കുറിപ്പും ഉണ്ടായിരുന്നു, ഇത്രയും കാലം സന്തോഷത്തോട് ജീവിച്ചു ഇനി പോകുന്നെന്നും പറഞ്ഞുകൊണ്ട്. ഇതായിരുന്നു ആത്മഹത്യ കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതോടെ പോലീസുകാർക്ക് ഒരു ഡൗട്ട് വരാണ്. കാരണം സന്തോഷത്തോട് ജീവിക്കുന്ന ഒരാൾ ആത്മഹത്യ ചെയ്യൂലല്ലോ. ആത്മഹത്യ ചെയ്യണമെങ്കിൽ എന്താണ്, എന്തെങ്കിലും ഒരു സങ്കടപ്പെട്ടുള്ള ഒരു റീസൺ ആണ്. ഒരു മനുഷ്യൻ ആത്മഹത്യനെ കുറിച്ച് ചിന്തിക്കണം എന്നെപ്പോഴാണ്, എന്തെങ്കിലും ഒരു സങ്കടം മനസ്സിൽ വരുമ്പോഴാണ്. സന്തോഷത്തോട് ജീവിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുക അല്ലേ? ഈ ആത്മഹത്യ കുറിപ്പും ആത്മഹത്യ നമ്മളൊരു കോൺട്രഡിക്ഷൻ ആയി പോയി അല്ലേ? അങ്ങനെ പോലീസുകാർ എന്താക്കുന്നത്, ക്ലാരിഫിക്കേഷന് വേണ്ടി 3 പേരുടെയും മൊബൈൽ ഫോൺ ചെക്ക് ചെയ്യാണ്. ചെക്ക് ചെയ്ത സമയത്തല്ലേ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇവർ മനസ്സിലാക്കിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ സാത്താൻ സേവയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല ഇവർ ശരീരത്തിൽ വരച്ചിട്ട് രക്തം വാർന്നിട്ടാണല്ലോ മരിച്ചിട്ടുള്ളത്. ഒരു പ്രത്യേക അടയാളത്തെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് അവർ വരച്ചു വെച്ചിട്ടുള്ളത്. അതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച സമയത്ത് ഇത് സാത്താൻ സേവ ആണെന്നുള്ളത് പോലീസുകാർ ഉറപ്പിക്കായിരുന്നു. ഈ സംഭവം പോലീസുകാർ പുറത്തു വിട്ടപ്പോൾ വളരെ ഞെട്ടലോടുകൂടിയാണ് കേരള ജനത ഈ ന്യൂസ് കേട്ടത് എന്നുള്ളതാണ്. കാരണം പല സ്ഥലത്തും നമ്മൾ ഇത്തരം ന്യൂസുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ കൂടിയും കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു ആരും പ്രതീക്ഷിച്ചിട്ടില്ല അല്ലേ? ഇത്തരം സംഭവങ്ങൾക്കൊന്നും കേരളത്തിൽ സ്കോപ്പേ ഇല്ല എന്നുള്ളതായിരുന്നു നമ്മൾ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് അല്ലേ? അതിനെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഇപ്പൊ ഈ സംഭവം അരങ്ങേറിയിട്ടുള്ളത്. എന്തായാലും ഇറ്റ്സ് റിയലി ഷോക്കിംഗ് എന്നേ പറയാനുള്ളൂ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് സ്പ്രെഡായി, അത്യാവശ്യം വൈറലായി. അതോടുകൂടി പറഞ്ഞ് നവീന്റെ നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം അറിയിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും നവീന്റെ നാട്ടുകാരിൽ ഒരാൾക്ക് പറയാനുള്ളത് എന്താകും കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം. പുനർജനി എന്ന് പറഞ്ഞൊരു ഒരു സംഘടനയുണ്ട്. അതൊരു സാത്താൻ സേവ അങ്ങനെ കണ്ടൊരു ഇതാണ്. അതിനകത്തെ അംഗങ്ങളായിരുന്നു 2 പേര്. ഈ പയ്യൻ 17-ാം തീയതി ഇവിടുന്ന് പോയത്. ഭാര്യയും
ആയിട്ട് ഏകദേശം ഒരു 1.5 മാസമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. പയ്യന് നാട്ടുകാരുമായിട്ടൊന്നും അധിക സമ്പർക്കമൊന്നും ഇല്ലായിരുന്നു. ഇവർ പറഞ്ഞു കേട്ടതനുസരിച്ച് പുള്ളി ഈ പുനർജനി എന്ന് പറഞ്ഞൊരു ഒരു ഒരു സംഘടനയുണ്ട്. അതൊരു സാത്താൻ സേവ അങ്ങനെ കണ്ടൊരു ഇതാണ്. അതിനകത്തെ അംഗങ്ങളായിരുന്നു 2 പേര്. അങ്ങനെയാണ് ആ ഒരു സംഘടന ത്രൂ ആണ് ഇവർ അരുണാചലിൽ പോയിട്ട് ആ കൂട്ടത്തിൽ ഈ ഇവൻ്റെ ഭാര്യയുടെ കൂട്ടുകാരിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇവർ 3 പേരൂടെയാണ് അവിടെ ആത്മഹത്യ ചെയ്തിരിക്കുന്നതാണ് അറിഞ്ഞിരിക്കുന്നത്. ആ ഒരു സംഘടനയിൽ പോയിട്ട് ഇവരുടെ മനസ്സ് മാറുമോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള പരിചയമാണ് എന്നാണ് പറയുന്നത്. ഇവിടെയായിട്ട് ആരുമായിട്ടും യാതൊരു പരിചയമില്ല, ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ല. വന്നു കഴിഞ്ഞാൽ പരിക്കാതിരിക്കും. ഇവിടുത്തെ പിള്ളേരുമായിട്ടോ ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ 13 വർഷമായി കല്യാണം കഴിച്ചിട്ട് ഇതുവരെ പിള്ളേരൊന്നുമില്ല. പിള്ളേരൊന്നും വേണ്ടെന്നുള്ള ഒരു കൺസെപ്റ്റായിരുന്നു അവരുടെ. അങ്ങനെ അവിടെ ചെന്ന് ഇപ്പം ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് സംഭവം അവിടുന്ന് മെസ്സേജ് വരുന്നത്. ഇതുപോലെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കാരണം ആയുർവേദ ഡോക്ടർക്കൊക്കെ ഇപ്പം ഇച്ചിരി കുറവല്ലേ. അത് കഴിഞ്ഞിട്ട് ഭാര്യയെ ജർമ്മൻ ഭാഷ പഠിപ്പിച്ച് വെളിയിലോട്ടങ്ങാണ്ട് വിടാനുള്ള പരിപാടിയൊക്കെ തിരുവനന്തപുരത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇവർ അരുണാചലിൽ എന്തിനു പോയെന്ന് മനസ്സിലാകുന്നില്ല. 3 പേരൂടെയാണ് അവിടെ പോയിരിക്കുന്നത്. ചെറുപ്പത്തിൽ പഠിച്ചതൊക്കെ ഇവിടെ സ്കൂളിലായിരുന്നു. പക്ഷേ അതൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. നല്ല രീതിയിൽ പഠിച്ച് ആ സമയത്തൊക്കെ നല്ല സ്വഭാവം കാര്യങ്ങളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവൻ തിരുവനന്തപുരത്ത് പോയി അവിടെ നിന്നാണ് ഇവൻ്റെ സ്വഭാവം കാര്യങ്ങളൊക്കെ മാറുന്നത്. ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നായിരുന്നു. പക്ഷേ പ്രായമായി കഴിഞ്ഞപ്പോഴത്തേന് ആ ഒരു സംഘടനയിലോട്ട് മാറി. അങ്ങനെ പുള്ളിയുടെ സ്വഭാവം മാറി. 17-ാം തീയതിയാണ് ഇവിടുന്ന് പോകുന്നത്. ഒരു 1.5 മാസമായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ 17-ാം തീയതിയാണ് ഇവിടുന്ന് പോകുന്നത്. എവിടെ പോകാമെന്നോ എന്നാന്നൊന്നും പറഞ്ഞില്ല. തിരുവനന്തപുരത്തിന് പോകാമെന്ന് പറഞ്ഞ് പോയത്. പക്ഷേ അരുണാചലിലാണ് ഇപ്പം സംഭവം നടന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. 17-ാം തീയതി തന്നെ ഇവർ കോട്ടയത്ത് നിന്നുള്ള വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് അല്ലേ. പക്ഷേ തിരുവനന്തപുരത്തുള്ള ആരെയും മിസ്സിംഗ് ആക്കുന്നത് എപ്പോഴാണ്? 27-ാം തീയതിയാണ്. അതായത് നവീനും ദേവികയും വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം 10 ദിവസങ്ങൾക്ക് ശേഷമാണ് ആരെയും മിസ്സിംഗ് ആകുന്നത് അല്ലേ. 27-ാം തീയതി ആരെയും കൊണ്ടാണല്ലോ ഇവർ 2 പേരും അരുണാചൽ പ്രദേശിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞ 10 ദിവസം ഇവർ 2 പേരും തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നെന്ന് വേണം അനുമാനിക്കാൻ അല്ലേ. പിന്നെ ഈ പുനർജനി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ചിലപ്പോൾ 10 ദിവസം പുനർജനിയിൽ തങ്ങിയിട്ട് അവിടെ നിന്നുള്ള നിർദ്ദേശപ്രകാരമായിരിക്കും അരുണാചൽ പ്രദേശിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ടായിരിക്കും ഈ ശരീരത്തിൽ മുഴുവൻ വരച്ചിട്ട് അവരങ്ങ് സ്വയം ആത്മഹത്യ ചെയ്തത്. പറയുമ്പോൾ ആരെയെ സംബന്ധിച്ചിടത്തോളം അടുത്ത മാസം കല്യാണം കഴിക്കാനിരിക്കുന്ന പെൺകുട്ടിയാണ്. എന്നിട്ടാണ് ഈ പരിപാടി ചെയ്തതെന്ന് കൂടെ ഓർക്കണം. എന്തായാലും കെട്ടാനിരുന്ന പയ്യൻ രക്ഷപ്പെട്ടു അല്ലേ. ഇങ്ങനെ ഒരാളെ കിട്ടുന്നതിലും ഇങ്ങനെ രക്ഷപ്പെടുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ദേവികയുടെ ഒരു ബന്ധു പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. ഈ ലോകം അറിയുന്ന ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് ബാലൻ മാധവൻ. അദ്ദേഹത്തിൻ്റെ മകളും ഭർത്താവും ഒരു സുഹൃത്തും ആത്മഹത്യ ചെയ്തു എന്നറിയുന്നത് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ്. ഉടനെ തന്നെ ഞാനെങ്കിൽ വന്നു. സമാധാനിപ്പിക്കാമെങ്കിൽ സമാധാനിപ്പിക്കാമെന്നുള്ള ഉദ്ദേശിച്ചാണ് വന്നത്. എന്നെപ്പോലെ ഒരാൾക്കൊന്നും സമാധാനിപ്പിക്കാവുന്ന ദുഃഖമല്ല അവരുടേത്. പക്ഷേ എന്നിട്ടും ബാലൻ പറഞ്ഞത് ഈ 2 പേരും ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ കെണിയിൽ വീണുപോയി എന്നുള്ളതാണ്. ഈ മരിച്ച 3 പേരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഈ മരിച്ച ഒരു കുട്ടിയുടെ കല്യാണം അടുത്ത ഒരാഴ്ചയ്ക്ക് 1 മാസത്തിനുള്ളിൽ നടക്കേണ്ടതുമാണ്. അപ്പോൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആൾക്കാർ ഇങ്ങനെ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ കെണിയിൽ വീഴണമെങ്കിൽ അത് വളരെ സീരിയസ് ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഒരാൾക്ക് ഇങ്ങനെ വരാതിരിക്കാനുള്ള ബോധവൽക്കരണം ഈ ഒരു സംഭവത്തിൽ കൂടി ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെ ദുഃഖത്തിലൊന്നും പങ്കുചേരാനോ അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാനോ ഒന്നും ഉള്ള കഴിവ് എനിക്കില്ല. അത്രയ്ക്ക് വലിയൊരു ദുഃഖമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് ബാലൻ്റെ വൈഫ് അറിഞ്ഞ ഉടനെ ബോധം കെട്ട് വീണ് എന്തൊക്കെയോ വിളിച്ച് പറയുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ആൾക്കാർ വന്ന് മയക്കുമരുന്ന് കൊടുത്ത് അവിടെ കിടത്തിയിരിക്കുകയാണ്. എപ്പോഴാണെങ്കിലും ഉണരുമ്പോഴും ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഇതൊക്കെ എങ്ങനെ ഒരാൾക്ക് താങ്ങാൻ പറ്റും എന്ന് എനിക്കറിയില്ല. ബാലന് ദൈവം ശക്തി കൊടുക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും പിന്നെ പുള്ളിക്കാരൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞു വെച്ചല്ലോ, നല്ല വിദ്യാഭ്യാസമുള്ള പിള്ളേർ പക്ഷെ ഇങ്ങനെ ആയി പോയി എന്നുള്ളത്. വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്ത് കാര്യം? വിവരം വേണ്ടേ? ഇതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? വിവരം വേറെ, വിദ്യാഭ്യാസം വേറെ എന്നുള്ളത്. കുറെ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടൊന്നും മനുഷ്യന്മാർക്ക് വിവരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? വിവരമില്ലാത്ത മക്കളായി പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് മരിച്ച 3 ആൾക്കാരോടും പുച്ഛം മാത്രമാണുള്ളത്. പക്ഷെ ഏറ്റവും കൂടുതൽ സാധാരണ തോന്നുന്നത് ഇവരുടെ വീട്ടുകാരോടാണ്. ഇപ്പൊ മരിച്ച ദേവീന്റെ അച്ഛൻ്റെ അവസ്ഥ ഇപ്പൊ ഇവർ പറഞ്ഞു അല്ലേ. വളരെ മോശം അവസ്ഥയിലാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ തന്റെ മക്കൾ ഇങ്ങനെ ഒരു കെണിയിൽ പെട്ടുപോയിന്നവർ അറിയണതിന്റെ മരണശേഷമായിരിക്കും. ഇതൊക്കെ അറിയുന്ന ഒരു മാതാപിതാക്കളുടെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. സ്വന്തം മക്കൾ ഒരു ട്രാപ്പിൽ പെട്ട് നടന്ന അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ ജീവിച്ചിരിക്കെ സ്വന്തം മക്കളുടെ മൃതദേഹം കാണേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനൂട്ടത്തിൽ ഈ രീതിയിൽ മക്കൾ മരിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. നല്ല മരണം കൂടെ അല്ലത് അല്ലേ. ഇപ്പൊ ഇവിടെ നഷ്ടം ആർക്ക് മാത്രമാണ്? ഈ മാതാപിതാക്കൾക്ക് മാത്രമാണ്. ഇവര് മരിച്ചങ്ങോട്ട് പോയി. ഇനി ഇതിനുശേഷം ഈ മക്കൾ വരുത്തിയ ദുരഭിമാനം താങ്ങി ഈ മാതാപിതാക്കൾ ജീവിക്കണം എന്നുള്ളതാണ് അല്ലേ. ഇനിയിപ്പോ ഈ മാതാപിതാക്കൾ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് കണ്ടില്ല, ആ ചാത്താൻ സേവ ചെയ്ത് മരിച്ച ആള് പിതാവാ പോകണം എന്നുള്ളത് അല്ലേ. ആൾക്കാർ എങ്ങനെ പറഞ്ഞു കൊടുക്കും? തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് അല്ലേ. സ്വന്തം മക്കൾ കാരണം ഇങ്ങനെ ഗതികെട്ട അവസ്ഥയിൽ ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇറ്റ്സ് ബിയോണ്ട് ഇമാജിനേഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ മക്കൾ എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ്. അനുഗ്രഹങ്ങൾക്കപ്പുറം ഒരു പരീക്ഷണം കൂടിയാണത്.
ചില മക്കൾ കാരണം ഇതേപോലെ മാതാപിതാക്കളും കൂടിയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. എന്തായാലും ഇങ്ങനൊരു മക്കൾ ആർക്കും കൊടുക്കാതിരിക്കട്ടെ അല്ലേ. എന്തായാലും ഇതൊക്കെ താങ്ങാനുള്ള സഹനവും ശേഷിയും ഇവരുടെ വീട്ടുകാർക്ക് കിട്ടട്ടെ എന്ന് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളൂ. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.